1000 തൊടാനൊരുങ്ങി വിഴിഞ്ഞം തുറമുഖം. MSCയുടെ മദർഷിപ്പ് ലൂസിയാന ഇന്ന് വൈകിട്ടോടെ ബർത്ത് ചെയ്യും. ഇതോടെ വിഴിഞ്ഞം തുറമുഖത്ത് ബർത്ത് ചെയ്ത കപ്പലുകളുടെ എണ്ണം 1000-ലെത്തും. ആദ്യ കപ്പലെത്തി 2 വർഷം പൂർത്തിയാകും മുൻപെയാണ് വിഴിഞ്ഞം 1000 തികയ്ക്കുന്നത് എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. കൂടുതൽ വിവരങ്ങൾ നൽകാൻ എബി ജോൺ തോമസ് ഒരിക്കൽ കൂടി ചേരുകയാണ്. എബി, ഒരിക്കൽ കൂടി ഗുഡ് മോർണിംഗ്. ഈ പറഞ്ഞതുപോലെ ലൂസിയാന ഇന്ന് എത്തുന്നതൊരു ചരിത്രത്തിലേക്കാണ്. നമ്മൾ മലയാളികളെ സംബന്ധിച്ച് വളരെയധികം സന്തോഷത്തിൻ്റെ ഒരു നിമിഷം അല്ലേ? ഗുഡ് മോർണിംഗ് ശ്രീജ. ഒന്നുകൂടെ എന്തായാലും വലിയ സന്തോഷത്തോടു കൂടി തന്നെയാണ് നമ്മൾക്ക് ഇന്നത്തെ ഈ ദിവസം മലയാളികൾക്ക് കടന്നു പോകാൻ കഴിയുക എന്നുള്ളതാണ്. കാരണം ഒരു സ്വപ്ന പദ്ധതി എന്ന നിലയ്ക്ക് തന്നെയാണ് വിഴിഞ്ഞം പദ്ധതി പ്രാവർത്തികമായത്. അതിനുശേഷം ഇപ്പോൾ 2 വർഷം പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ അവിടെ 1000 കപ്പൽ എത്തുന്ന തുറമുഖം എന്നുള്ളൊരു പദവിയിലേക്ക് വിഴിഞ്ഞം തുറമുഖം എത്തുന്നു എന്നതാണ് ഇന്നത്തെ സുപ്രധാനമായിട്ടുള്ള ഒരു സവിശേഷത എന്ന് പറയുന്നത്. വൈകുന്നേരം 5 മണിയോടുകൂടി MSC ലൂസിയാന വിഴിഞ്ഞത്ത് ബർത്ത് ചെയ്യുന്നതോടുകൂടിയാണ് ഈ ഒരു സ്വപ്ന നമ്പറിലേക്ക് എത്തുന്നത് എന്നുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള നമ്മൾ 2014 ജൂൺ 11 ഇത്തരത്തിൽ ഒരു ആഘോഷത്തോടു കൂടി തന്നെ നമ്മൾ ഈ വിഴിഞ്ഞം തുറമുഖം പ്രധാനമന്ത്രി നാടിന് സമർപ്പിക്കുന്നത്. അതിനുശേഷം നിരവധിയായിട്ടുള്ള കപ്പലുകൾ അവിടെ വന്നു. കപ്പലുകളുടെ ഏറ്റവും മദർഷിപ്പുകളുടെ ഏറ്റവും വലിയ മദർഷിപ്പായിട്ടുള്ള ഐറിന ഉൾപ്പെടെ അവിടെ എത്തുന്ന സാഹചര്യമുണ്ട്. അത് 1 വർഷം മുമ്പ് മാത്രമാണ്. 1 വർഷമാകുന്നതേ ഉള്ളൂ ആ കപ്പൽ അവിടെ എത്തിയതിന് ശേഷം. എന്തായാലും ഈ ഒരു ദക്ഷിണേന്ത്യയിൽ തന്നെ ഏറ്റവും മികച്ച ഒരു പോർട്ടായി തന്നെ വളരെ വേഗം അതിൻ്റെ വളർച്ച കൈവരിക്കുന്ന ഒരു തുറമുഖം കൂടിയായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ വിഴിഞ്ഞം എന്ന് പറയുന്നത്. ഇന്ത്യൻ തുറമുഖങ്ങളിൽ അടുക്കാത്ത വലിയ മദർഷിപ്പുകൾ ഉൾപ്പെടെ വിഴിഞ്ഞത്ത് വന്ന് ഇതിനു ശേഷം വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമായതിനു ശേഷം ഇവിടേക്ക് എത്തി എന്നതും ഇതിൽ എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തായാലും ഇന്ന് വൈകുന്നേരം 5 മണിയോടുകൂടി തന്നെ ഈ കപ്പൽ ഇവിടേക്ക് ബർത്ത് ചെയ്യും. അതോടുകൂടിയാണ് 1000 കപ്പൽ എന്നുള്ള ആ ഒരു സ്വപ്ന നമ്പറിലേക്ക് നമ്മൾ എത്തുക. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് റോഡ് ഗതാഗതം, റോഡ് വഴിയുള്ള ചരക്ക് നീക്കം ഉൾപ്പെടെയൊക്കെ ഇനിയും വലിയ രീതിയിൽ മുന്നോട്ട് പോകേണ്ടതുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഇനിയും വികസനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ തുറമുഖവുമായി ബന്ധപ്പെട്ട വികസനങ്ങളൊക്കെ തന്നെ നടക്കേണ്ടതുണ്ട്. എന്തായാലും മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച ബജറ്റിൽ ഉൾപ്പെടെ ഇതൊരു തുറമുഖ നഗരം എന്നുള്ള നിലയിലേക്ക് തന്നെ വളർത്തിക്കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം അതിൽ സ്വപ്നം കണ്ടിരിക്കുന്നത്. ആ ബജറ്റ് അവതരണത്തിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും അങ്ങനെയൊക്കെ തന്നെയാണ്. ഒപ്പം തന്നെ വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമായെങ്കിലും അതിൻ്റെ പരിസര പ്രദേശങ്ങളിലുള്ള ഈ വികസന പ്രവർത്തനങ്ങളൊക്കെ എത്രമാത്രം കാര്യക്ഷമമായി മുന്നോട്ട് പോകുന്നുണ്ട് എന്നുള്ള ചോദ്യം കൂടി സ്വാഭാവികമായും ഈ ഘട്ടത്തിൽ ഉയർന്നു വരുന്നുണ്ട്. അവിടെയുള്ള ജനങ്ങളുടെ കൂടി ജീവിത നിലവാരം ഉയർത്തിക്കൊണ്ട് ആ പ്രദേശം ഉൾപ്പെടെ ഈ ഒരു നേട്ടത്തിനോടൊപ്പം തന്നെ വലിയ ഉന്നതിയിലേക്ക് വന്നെങ്കിൽ മാത്രമേ ഇതിൻ്റെ ഒരു സമ്പൂർണ്ണതയിലേക്ക്, വികസനത്തിൻ്റെ സമ്പൂർണ്ണതയിലേക്ക് എത്താൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് പരമപ്രധാനമായിട്ടുള്ള കാര്യം. അതിനു വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ ഉൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാവേണ്ടതുണ്ട്. എന്തായാലും ഇന്നിപ്പോൾ ആ ഒരു സ്വപ്ന നമ്പറിലേക്ക് നമ്മൾ എത്തുകയാണ്. 1000 കപ്പലെത്തുന്ന ഒരു തുറമുഖമായി വിഴിഞ്ഞം തുറമുഖം മാറാനിരിക്കുകയാണ്. വൈകുന്നേരം 5 മണിക്കാണ് ആ ഒരു ചരിത്രത്തിലേക്ക് നമ്മൾ കാലെടുത്ത് വെക്കുക. ശ്രീജ, തീർച്ചയായും എവി പറഞ്ഞതുപോലെ ആ ഒരു ചരിത്ര നമ്പറിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. വിഴിഞ്ഞം തുറമുഖത്ത് ബർത്ത് ചെയ്ത കപ്പലുകളുടെ എണ്ണം ഇന്ന് 1000-ലേക്ക് എത്തുകയാണ്.